എന്താ നമ്മള് കേവിലല്ലേ അപ്പൊ തന്നെ പുതിയ കേവ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് തേച്ച് നമുക്ക് പിന്നെ കാണാം. നമുക്ക് അടിയിലേക്ക് ആദ്യം എന്താ ഉള്ളതെന്ന് നോക്കാം. അതുണ്ടെന്നറിയാം. ജഫ്രൻ 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 ദിലു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ണൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. അതെ, മറ്റേ ഈ മുതലേക്ക് വെയിൽ കൊള്ളാൻ വന്നിരിക്കില്ലേ, ആ ലെവലിലാണ്. കാരണം ഇറ്റ് സോ കോൾഡ് ഗൈസ്, ഇറ്റ് സോ കോൾഡ്. ബട്ട് ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ് ഇസ്. രാവിലെ തന്നെ ഇവിടെ ഹോട്ട് എയർ ബലൂൺസ് ഒക്കെ പോകുന്നുണ്ട്. ബലൂൺ ഭയങ്കര ഫീലാണ്. ഇങ്ങനെ ഇരിക്കാനും നോ അതർ ഗസ്റ്റ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് നമ്മളിവിടെ ഒരു ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഭയങ്കര സ്പ്രെഡ് ഒന്നും ആയിരിക്കില്ല തോന്നുന്നു, പക്ഷെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ബട്ട് വാട്ട് എ വണ്ടർഫുൾ മോർണിംഗ്. ഇന്നലെ 0 ഡിഗ്രി വരെ നമ്മൾ എൻജോയ് ചെയ്തു. ഇവിടെ ഇരുന്ന് രാവിലെ -6 ആയിരുന്നു. ഞങ്ങൾ രാവിലെ വന്ന് നോക്കി ഹോട്ട് എയർ ബലൂൺ കാണാം. പക്ഷെ ഇന്ന് എനിക്കൊന്ന് വെതർ കാരണം ഏർലി മോർണിംഗ് ഇല്ലായിരുന്നു. ബുഫേ അല്ല ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇത് സംഭവിക്കും അറിയാലോ, നമ്മൾ കഴിച്ചില്ലേ, ഹണി ആൻഡ് ക്രീം മിക്സ് ചെയ്ത് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ്, ഒലിവ്സ്, 2 ടൈപ്പ് ഒലിവ്സ്, ന്യൂട്ടെല്ല ഉണ്ട്. അത് തൊടണ്ട കേട്ടോ, ന്യൂട്ടെല്ല 2 ഹോം മെയ്ഡ് ജാം, കുറേ ചീസും ഹാമും. ഇനിയിപ്പോ ബ്രെഡ് വരും. അടിപൊളി അല്ലേ? നല്ല ഹോംലി ബ്രേക്ക്ഫാസ്റ്റ്. ജ്യൂസ്, വലിയ ഗ്ലാസ് ജ്യൂസ്. ഇതിങ്ങനെ ഇവിടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എടുത്ത് കഴിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീം എടുത്ത് ഹണിയിൽ മുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ജാമോ ബ്രെഡോ എന്താണെന്ന് മുക്കി കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ആ ഹണിയുടെ ഒക്കെ തിക്നെസ് കണ്ടോ, ഇറ്റ്സ് ലൈക്ക് ഗോൾഡോ, ലിക്വിഡ് ഗോൾഡാണ്. ന്യൂട്ടെല്ല ആദ്യം തൊട്ടിട്ടില്ല. അതെ, വരട്ടെ, സാരങ്ങൾ വരട്ടെ. ചീസും എല്ലാം അടിപൊളിയല്ല, ക്വാളിറ്റി ഇല്ലേ ചീസിന്റെ ഒക്കെ. എനിക്കൊന്നും ഇവിടെ നിന്ന് വല്ല ഷീപ്പിനെ പിടിച്ചുണ്ടാക്കുന്നതായിരിക്കും. ആ ഒരു ഭംഗി നോക്ക്. ജസ്റ്റ് ആ ജാം ഇവര് പറയുന്നത് ഹോം മെയ്ഡ് ആണ്, ഇവിടെ ഉണ്ടാക്കിയതാണ്. ആ സ്ട്രോബെറി ഒന്ന് എടുത്തേ, ഈ ജാമിന് ഇത് സ്ട്രോബെറി മാത്രം എടുത്തേ, നോക്കട്ടെ, കഴിച്ചു നോക്ക്. മിക്സ് ആയിപ്പോയി, സോറി. കുഴപ്പമില്ല, എല്ലാം എന്തായാലും വൈകി പോകാനുള്ളതല്ലേ. ആഹാ, എന്തെങ്കിലും ഒന്ന് മുക്കിയാലോ? വേണ്ട, ജസ്റ്റ് കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, അടിപൊളി. അതെ, ഇവിടുത്തെ എല്ലാ ഇങ്ങനത്തെ ഹോം സ്റ്റേസിൽ എന്താ വിറയ്ക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഹോം മെയ്ഡ് ഈ ഹോട്ടൽസ് ഇതുപോലത്തെ ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ബുഫേ അല്ലാത്തതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഒരു ഫ്രഷ്നെസ് കാണും ഭയങ്കരമായിട്ട്. വേറെ മുട്ടയുടെ മണമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ബ്ലൂബെറി ആയിരിക്കും. വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓംലെറ്റ് വന്നു, കുറച്ച് സോസേജസ് വന്നു, ഇനിയും ഒരു എഗ് വരും. ബ്രെഡ് വന്നില്ലല്ലോ, ബ്രെഡ് കഴിക്കോട്ടെ. ആ കഴിച്ചോ. പിന്നെയും വന്നോണ്ടിരിക്കുവാണ് ഫുഡ്. എന്താ ജഫ്രി ഇത്? എന്ത് രസം, നല്ല ടേസ്റ്റ്. ഭയങ്കര ഈ പയ്യൻ തന്നെ ഉണ്ടാക്കുന്നല്ലേ, എല്ലാവരും അവിടെ ഭയങ്കര ടേസ്റ്റ്. അവൻ തന്നെ എല്ലാ കാര്യവും ചെയ്യണം, ക്ലീനിങ്ങും എല്ലാം അതാണ്. അവന്റെ തോന്നണം. അവനും അവന്റെ അച്ഛനും കൂടെ നടത്തുന്നത്. അച്ഛൻ വയസ്സായതുകൊണ്ട് അവൻ തന്നെ നടത്തുന്നത്. പക്ഷെ ഇതാണ്, അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി അവൻ കൊടുക്കുന്നുണ്ടോ. ഒരാളുണ്ടെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? ഒന്നുമില്ല, എല്ലാത്തിനും റെഡി. ഇപ്പൊ വൈഫൈ ഇല്ലാത്ത മൊബൈൽ അവൻ വെച്ചിട്ട് പോയിരിക്കുക, ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട്. എന്താ ഒരു മിസ്റ്റേക്ക്, ഇത് ഖൈമാക്ക് എന്ന് പറയും. ഇത് ക്രീം അല്ല, ബ്രെഡിന്റെ മുകളിലെ പാലിന്റെ മുകളിലെ പാടയില്ലേ, അത് നല്ല കട്ടിക്ക് ഇവിടെ ബോയിൽ ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എക്സ്പെൻസീവ് വന്നു. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇത് തന്നെ ഫീൽ ചെയ്യാം. നമ്മള് കേവിലല്ലേ, അപ്പൊ തന്നെ പുതിയ കേവ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് തേച്ച് താമസിക്കുന്നതും കേവ്, കഴിക്കുന്നതും കേവ് അല്ലേ. എടുത്തിട്ട് മതി, ഇതെന്താ ചുമ്മാ രസമല്ലേ. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറ. ഉണ്ടാവുമല്ലോ, പറയേണ്ട ആവശ്യമില്ല അല്ലേ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി ഡോഗ്സ് ഉണ്ട്, ഭയങ്കര പ്ലേഫുൾ ആണ്. ബാ, ഇവനാണ് ഭയങ്കര സാധനം കേട്ടാ, ഇവന് ബാക്കി ആരും ഇഷ്ടമല്ല. ബാ, നോ ഫൈറ്റിംഗ്. ഇന്ന് ഞാൻ പറഞ്ഞ കപ്പഡോക്കിയ കണ്ടിന്യൂസ് സർപ്രൈസസ് ആൻഡ് കണ്ടിന്യൂസ് സർപ്രൈസ് എവ്രിവൺ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ്. അണ്ടർഗ്രൗണ്ട് ഹൗസോ ഹോമോ ഒന്നുമല്ല, നമ്മൾ താമസിക്കുന്ന കേവ് ഹൗസ് ആണെങ്കിലും ഇന്ന് നമ്മൾ പോകുന്നത് കെമാൽക്കി എന്ന് പറഞ്ഞൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്.
ആൻഡ് ആക്ച്വലി ഇതിൻ്റെ ഹിസ്റ്ററി ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7th സെഞ്ച്വറിയിലാണ് ഇത് ഫസ്റ്റ് പണിതത്. സോ 7th സെഞ്ച്വറി പണിതിട്ട് പിന്നെ ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വന്ന് താമസിച്ചുകൊണ്ടിരുന്നു. കാരണം എപ്പോഴും ഇവിടെ ഇൻവേഷൻസും വാർസ് ഒക്കെ ആയിരുന്നില്ലേ. ഫോർ എക്സാമ്പിൾ ഒരു 15th സെഞ്ച്വറി 14th സെഞ്ച്വറീസിൽ ക്രിസ്ത്യൻസ് ഇവിടെ വന്നാണ് മംഗോളിയൻസിൻ്റെ അതിന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈവൻ റീസെൻ്റ്ലി 20th സെഞ്ച്വറി വരെ ഉട്ടമാൻ എംപയറിൻ്റെ ഒരു ഇൻവേഷൻ ടൈമിലും ആൾക്കാരൊക്കെ ഇതിൻ്റെ അടിയില്ല വിളിച്ചത്. സോ ഇമാജിൻ ഇത്രയും തൗസൻഡ്സ് ഓഫ് പീപ്പിൾ യൂസ് ടു ലിവ് ഹിയർ, നോട്ട് ഓൺലി പീപ്പിൾ, ആനിമൽസ് ഓൾസോ. സോ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സിറ്റി അണ്ടർ ദി എർത്ത് ആയിരുന്നു അവർ താമസിച്ചുകൊണ്ടത്. ഇറ്റ്സ് അടിപൊളിയല്ലേ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഒരു വീടോ ഒരു ഗുഹയോ ഒന്നുമല്ല, ഒരു സിറ്റി. അതും 8 floors ആണ്, പക്ഷെ 4 floors ആർ ഓൺലി ഓപ്പൺ. അപ്പോ ഒരു കാഴ്ച തന്നെയായിരിക്കും. അതെ, നമ്മളെ പോലത്തെ കുറച്ച് മസിലുള്ളവര്, വണ്ണം എന്ന് പറയില്ല കേട്ടാ, മസിലുള്ളവര് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. സോ നോക്കി നോക്കി പോവാം. എന്തായാലും പോവാം. ഒരു സിനിമ സെറ്റ് നടക്കുന്ന പോലെ ഇല്ലേ? ഒറിജിനൽ സിനിമ സെറ്റ്. നോക്കി എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് മുകളിലേക്കല്ലേ കയറണ്ടേ, ഇവിടെ അടിയിലേക്ക് ഇറങ്ങണ്ടേ. ജെഫ്രി, ഫസ്റ്റ് എൻട്രൻസ് കേറാമോ? അല്ല, കേറുവോന്ന്. ആഹാ, ഇതാണ് എൻട്രൻസ്. സിറ്റിയിലെ എൻട്രൻസ് ഇതാണ്. ഇതൊക്കെ ആലോചിച്ച് നോക്ക് ജെഫ്രി, 7th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. ഈ സ്റ്റെപ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നൊക്കെ. എങ്ങനെയായിരിക്കും ഇറങ്ങിയത്? അള്ളി ഇറങ്ങുമോ? തൂങ്ങി ഇറങ്ങുമായിരിക്കും. കേറുമ്പോ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെറിയ റൂംസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റോറേജ് റൂംസ് ആണെന്നാണ് പറയുന്നത്, ഫുഡ് സ്റ്റോറേജ്. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. നമുക്ക് അടിയിലേക്ക് ആദ്യം എന്താ ഉള്ളതെന്ന് നോക്കാം. അതുണ്ടെന്നറിയാം. ഇതൊക്കെ സ്റ്റോറേജ് റൂംസ് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഏറ്റവും കൂടുതൽ ഇവിടെ ഈ സിറ്റി എന്താണെന്നറിയോ, ഇങ്ങനത്തെ 100 അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതും വേറൊരു സിറ്റിയാണ് ഏറ്റവും പോപ്പുലർ. അതിൽ ഈ സിറ്റിയാണ് ഏറ്റവും വെൽത്തിയസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് വൈൻ ജാർസ് ഇല്ലേ, വൈനിന്റെ വലിയ ജാർസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ അടുത്ത് ഇവർക്ക് ഇക്കണോമിക്കലി ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ആയിരുന്നു. സോ ഇവിടെ താമസിച്ചവരായിരുന്നു ഏറ്റവും വെൽത്തിയസ്റ്റ് അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നാണ് പറയുന്നത്. ഇത് ചേർച്ച് ആയിരുന്നു, കണ്ടാ, പണ്ടത്തെ കാലത്ത് ഒരു ചേർച്ച്. സോ അമേസിംഗ്. ഇവിടെ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അന്നത്തെ കാലത്ത്. ഇതൊക്കെ ആൾക്കാർ കാർവ് ചെയ്ത് എടുത്തതെന്ന് നോക്ക്. നാച്ചുറലി ഇതിൽ ജസ്റ്റ് ഒരു പാറയായിരിക്കുമല്ലോ, അതിന് ഇത്രയും റൂംസ് ഓരോ ആൾക്കാർക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടി. ഒരു സ്റ്റോറേജ് റൂം, ആനിമൽ റൂംസ്, ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂംസ്, കുക്കിംഗ്, ഇഷ്ടം മാതിരി കാര്യം കാണും. ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് ഒരു വേറെ പ്ലാനറ്റ് പോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക്. ഇതൊക്കെ ഓരോരുത്തർ താമസിച്ച റൂംസ് ആയിരിക്കും. തിരിച്ചു പോകാനുള്ള വഴി അറിയോ? അതറിയാൻ പറ്റില്ല. തപ്പി ഇങ്ങനെ പോണം. ഇതൊക്കെ നോക്ക്, ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ എന്തൊക്കെയോ ചെറിയ റൂംസ് ഉണ്ട്. കേറിക്കാം. ഇതുണ്ട്, ഇങ്ങനത്തെ ചെറിയ വഴിയാണ്, പാസേജസ് ഒക്കെയാണ്. അല്ലാതെ ഇങ്ങനത്തെ കുറേ റൂംസ് ഉണ്ട്. ഈ റൂംസിലൊക്കെ അവർ പറയുന്നത് ചിലത് ബെഡ്റൂംസ് ഒക്കെ തന്നെ ആയിരിക്കും. ലിവിങ് ക്വാർട്ടേഴ്സ് ആയിരിക്കും. സോ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന റൂമാണ്. കുട്ടികൾക്ക് താഴെ കിടക്കാനും അഡൽസിന് ഇവിടെ കിടക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇതുപോലത്തെ ചെറിയ പാസേജസിൽ കൂടെ പോകണം. വരാൻ പറ്റുമോ? വരും. ഏറ്റവും മെയിൻ തിങ് ഇവിടുത്തെ ഫുഡ് സ്റ്റോറേജ് ആയിരുന്നു. കാരണം എപ്പോഴും വെളിയിൽ പോകാൻ പറ്റില്ല. പ്ലസ് ഇവിടെ അറിയാലോ, കപ്പഡോക്ക ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ആ ഡെസേർട്ട് പോലെയാ. സോ ഫുഡ് കിട്ടാൻ പാടായിരുന്നു. സോ ഉള്ള സമയത്ത് കുറെ വാങ്ങി പ്രിസർവ് ചെയ്യും. ഏറ്റവും കൂടുതൽ സ്ഥലം ഈ കേവിന്റെ അകത്ത് ഫുഡ് സ്റ്റോറേജിനായിരുന്നു. ഇങ്ങനത്തെ വഴികളൊക്കെ കൊണ്ട് ഇതിൽ കൂടിയാ പോണ്ടേ. അല്ലാതെ ഇവിടെയൊക്കെ ഒരു സോ സ്ട്രേഞ്ച് നോ. എന്താ ഐഡിയയിലായിരിക്കും അവരിത് പണിതിരിക്കുന്നത്. ഇങ്ങനെ തന്നെ 4 ഫ്ലോർ അടിയിലേക്ക് ആലോചിച്ചു. 8 ഫ്ലോർ അല്ല 4 ഫ്ലോറിൽ പോവാം. ഇതിൽ കൂടെ പോകാൻ ഒരു ഡൗട്ടാണ്. ഇങ്ങനെ ഇരുന്നിരുന്നൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത് നല്ല ദൂരം ഉണ്ട് കേട്ടോ ജെഫ്രി. ബാ, സ്റ്റക്കാവില്ല. ബാ, ജാക്കറ്റ് ഒന്നും ഊരണ്ട. ഇത് അത്യാവശ്യം ഫിറ്റ്നസ് വേണം കേട്ടോ. നമ്മുടെ ഡക്ക് വാക്ക് ഒക്കെ ഇല്ലേ, അത് ചെയ്തേ വരാൻ പറ്റുള്ളൂ. ബാക്കി കൂടെ വരുന്നുണ്ടോ? നോക്കട്ടെ. ടെൻഷൻ ഉണ്ടോ? ഇനിയുണ്ടോ? കുറച്ചുണ്ട്. ഇങ്ങനെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ കുറെ റൂംസ് ഉണ്ട്. നമ്മൾ പോകുന്നതിന്റെ ഇടയ്ക്ക്
പിന്നെ കുറെ റൂംസ് ഉണ്ട് കണ്ടോ, ഇതിൽ കൂടെ ഒക്കെ ആയിരിക്കും എൻട്രൻസ്. ഇത് ലിറ്ററലി ലൈക്ക് എ മേസ്, മൈ ഗോഡ്. ഈ കുറച്ചു നേരം ഇരുന്ന് അതിനുവേണ്ടി ആയിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. അതെ, കുറച്ച് ഫിറ്റ്നസ് ഇല്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാടാണ്. അല്ല പറയുന്നത് ഇങ്ങനെ വയസ്സായവർക്കൊക്കെ ഇങ്ങനെ പോകാൻ പാടായിരിക്കും. ഇത് വൈനറി ആണ്. വൈനായിരുന്നു എനിക്കൊന്ന് ഇവരുടെ ഒരു മെയിൻ ബിസിനസ്. ആൻഡ് വൈൻ ആക്ച്വലി ഇവർ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റോർ ചെയ്യും, കാരണം ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അതിനാണ് ഇങ്ങനെ ഒരുപാട് വൈൻ സ്റ്റോറേജ് പ്ലേസസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. വൈനറിയാണ്, ഒരുപാട് വൈൻ സ്റ്റോറേജ് പ്ലേസസ് ഉണ്ട്. ഇത് സ്റ്റോൺ ഡോസ് ആണ്. ഈ സ്റ്റോൺ ഡോസ് എമർജൻസി വല്ലതും വരുമ്പോ അവർ ഇത് വെച്ച് അടയ്ക്കുന്നത്. ഇത് വെച്ച് അടച്ചു കളയും, പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല, മനസ്സിലായി. പിന്നെ അകത്തുനിന്ന് മാത്രമേ അവർക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ സ്റ്റോൺ ഡോസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ വഴി ഇനിയും പോണം. Again we have to go down this way. നമ്മുടെ പേടിച്ചിട്ട് നമ്മളോട് ജോയിൻ ചെയ്ത ജർമ്മനിന്ന്. ഇത് കുറച്ചും കൂടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് പോണ്ട, നിന്നിങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു പോവാം. പക്ഷെ ഇതും കുറെ റൂംസ് ഉണ്ട്. ക്ലോസ്ട്രോഫോബിക് ഉള്ളവർ ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കണ്ട. എന്തോ ഈ സിറ്റിക്ക് അല്ലേ, അതിൻ്റെ കൂടെ ആനിമൽസും എല്ലാം കൂടെ വരുമ്പോൾ സംഭവമായിരിക്കും ഇത്. ഹോഴ്സസ്. ഹോഴ്സായിരുന്നു, കാരണം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഹോഴ്സിനല്ലേ ഉപയോഗിക്കണ്ടേ. സിമിട്രി, ചർച്ചസ്, വൈനറി. ഇനിയുണ്ട് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് തന്നെയാ. ഇവിടെ ഇവർ ഓക്സിജൻ എങ്ങനെയാ വരുന്നതെന്ന് മിക്കവർക്കും ഡൗട്ട് ആയിരിക്കും കേട്ടോ. അത് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മുടെ മേള് തൊട്ട് അടിയിൽ വരെ 8 ഫ്ലോർസിൽ ലിഫ്റ്റ് പോകില്ലേ, അതുപോലത്തെ ഒരു വെന്റിലേഷൻ ഷാഫ്റ്റ് ഉണ്ട് ഓരോ ഫ്ലോറിലും ഓക്സിജൻ സർക്കുലേഷന് വേണ്ടി. അന്നത്തെ കാലത്ത് ആൾക്കാർ ആലോചിച്ച് നോക്ക്. പ്ലസ് ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ എങ്ങനെ പണിതു ഇത്? വെറും കൈയും കുറച്ച് മറ്റേ പിക്കാസൊക്കെ വെച്ചായിരിക്കില്ല പണിത്, ഒരു ടൂൾസും ഇല്ല. ഇതൊക്കെ മോഡേൺ ആണ്. എനിക്കൊന്ന് കേവിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി വെച്ചിരിക്കുമായിരിക്കും. ജസ്റ്റ് ഒരു രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ജെഫ്രി, ഇത്രയും നേരം വന്നത് പാസേജസ് ആ. ഇപ്പൊ നമ്മള് പോകാൻ പോകുന്ന ടണല്. അതപ്പോ കൊറേ ദൂരം കാണും തോന്നുന്നു. ഇങ്ങനത്തെ ടണൽസ് ഉണ്ടല്ലോ ജെഫ്രി, ഇവിടെ നമ്മൾ 100 സിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു ഫേമസ് സ്ഥലം ഉണ്ട്, 7 കിലോമീറ്റേഴ്സ് ഫാർ അവേ. അതും ഇങ്ങനെ സീക്രട്ട് ടണൽസിൽ കൂടെ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ടണൽസ് കപ്പഡോക്കയുടെ ഫുൾ അടിയിൽ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. കൊറേ ഉണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയത് കാണുമ്പോ? ഒരു ഹൊറർ ഫിലിം ആണോ, ഒരു ഏലിയൻ പ്ലാനറ്റ് ആണോ, ശ്വാസം മുട്ടുന്നുണ്ടോ, എന്തൊക്കെയാണെങ്കിലും എല്ലാം കമന്റ് ചെയ്യാം. കാരണം ഞങ്ങളുടെ ഈ നടത്തം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്ത് പാടാന്ന്. ഇതാണ് വെന്റിലേഷൻ ഷാഫ്റ്റ്. കണ്ട, ഇത് തന്നെ മേള് വരെ പോവും, അതുപോലെ തന്നെ അടിയിലേക്കും. ഇതിൽ കൂടെയാണ് ഓക്സിജൻ വരുന്നത്. ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നിന്നോട്ടാ. ടണല് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങ് വരെ. സ്കാറിനു പേടിയായി പോവും. പോകുന്തോറും ഇങ്ങനെ നാരോ ആയിക്കൊണ്ടിരിക്കുവാണ്. എപ്പോ ഇത് സ്റ്റക്കാവാന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് സ്റ്റെപ്സ് ഉണ്ട്. അമ്പോ, ഇങ്ങനെ നടന്നു പോയി ഇനി സ്റ്റെപ്സ് ഇറങ്ങണം. സമ്മതിക്കണ്ടേ അന്നത്തെ ആൾക്കാരെ. ഇതവരുടെ, നമ്മളിത് ഒരു ദിവസം ചെയ്യുന്ന അവരുടെ ഡെയിലി ലൈഫാണിത്. ഇതും വൈനറി ജെഫ്രി ആണല്ലേ. വൈൻ കുടിക്കണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടണം പണ്ടത്തെ കാലത്ത്, കേട്ടല്ലോ. ഇതൊക്കെ വൈൻ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു കണ്ടോ. ഇതൊക്കെ വൈൻ സ്റ്റോറേജാ. ഇടയ്ക്കിടയ്ക്കല്ലേ. അന്ന് പൊക്കുണ്ടെങ്കിൽ ഒരു ശാപമായിരുന്നു. ജെഫ്രൻ സ്റ്റക്കായില്ലല്ലോ അല്ലേ? ബാ എനിക്ക് തന്നെ പേടി വന്നു. ഞാൻ വിചാരിച്ചു ജെഫ്രൻ അവിടെ സ്റ്റക്കായിന്ന് കേട്ടാ. ഈ സ്റ്റെപ്സ് ഒക്കെ കയറിയാലും ഇതൊക്കെ ഓരോ റൂംസ് ആണ്. സോ ഇതൊരു ഹോട്ടൽ കോറിഡോർ പോലെയല്ലോ ഇത് കുറെ റൂംസും അതിന്റെ ഇടയ്ക്ക് ഓരോ റൂംസിൽ നിന്ന് പോകാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റെപ്സും. ഇതാണ് ലിവിംഗ് റൂം കേട്ടോ. ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ലിവിംഗ് റൂം. അപ്പോൾ ഇവിടെ സിറ്റിംഗ് ഏരിയ പോലത്തെ വല്ലോ. ആൻഡ് ഇതവരുടെ ഹാള്, ഇതൊരു ബെഡ്റൂം. ടോയ്ലറ്റ് ഒക്കെ കോമൺ ആയിരിക്കും. ഇത് ചിലപ്പോൾ കിച്ചണോ സ്റ്റോറേജ് പോലത്തെ വല്ലതും ആയിരിക്കും. ഇതായിരുന്നു അന്നത്തെ ഒരു ഫാമിലി, മേ ബി 3 or 4 എത്ര പേരാണെങ്കിലും താമസിക്കുന്നത്. ഇവിടുന്ന് നിൽക്കാൻ തന്നെ പാടാ. കണ്ട ഒരു
എക്സ്പീരിയൻസ് തന്നെയല്ലേ, എസ്പെഷ്യലി നേരിട്ടൊന്ന് വിറ്റ്നസ് ചെയ്യുമ്പോൾ നമുക്ക് യു ടു ഇമാജിൻ ആസ് എ ലൈവ്ലി സിറ്റി. അന്ന് സ്കൂളും ചേർച്ചും സിമിട്രിയും എല്ലാം ഉള്ള ഒരു സിറ്റി ആയിരുന്നു ഇത്. സോ ആ ഒരു ക്ലോസ്ട്രോഫോബിയ, അവർ വെയിലൊന്നും കാണത്തില്ലായിരിക്കും സംഭവം തന്നെ അല്ലേ. ഇതൊക്കെ ലിവിങ് റൂമാണ്. എത്ര റൂംസാന്ന് നോക്കാം. 5000 പേർക്ക് താമസിക്കണമെങ്കിൽ പിന്നെ ഇത്ര സ്ഥലം തന്നെ വേണമല്ലോ. എല്ലാ റൂംസാണ്. ചിലതൊക്കെ കുറച്ചും കൂടെ വലുതാണ്. സോ മേ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാമിലി സൈസ് ഓർ അവരുടെ ഒരു സ്റ്റേച്ചർ അനുസരിച്ചായിരിക്കും ഇവിടെ ഓരോരുത്തർക്ക് റൂംസ് കൊടുക്കുന്നത്. കിട്ടിയാ? നമുക്ക് അന്നത്തെ കാലത്ത് ഇമാജിൻ ചെയ്യേണ്ടതേ ലൈറ്റ് ഇല്ല ജെഫ്രി, വെളിച്ചമില്ല. അപ്പൊ എന്നാലും ഇപ്പൊ അതിന്റെ ചൂടൊക്കെ സമ്മറില് അവര് സഹിക്കും. അല്ലാണ്ട് ഇപ്പൊ മരണത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുമ്പോ അവരെന്തും ചെയ്യൂലോ. ഇപ്പൊ നമുക്ക് ഇത്ര ലൈറ്റ്സ് ഉണ്ടായിട്ട് മാക്സിമം ഒരു ഇവിടെ ഓക്സിജന്റെ ഇത് അളവ് കുറവാണ്. നമുക്കറിയാൻ പറ്റുന്നത് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ അവരുടെ ബോഡി തന്നെ അഡാപ്റ്റ് ആവുമായിരിക്കും. സംഭവം കണ്ടോ? ഇതൊക്കെ നോക്കിക്കേ, ഇതൊക്കെ സ്റ്റോറേജസ് ആണ്. നമ്മൾ എല്ലായിടത്തും സ്റ്റോറേജസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. കേവ്സ് ഒക്കെ അന്നത്തെ പോലെ തന്നെ ഇരിക്കുക. അത് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കേവ്സ്. ഇത്രയും ഡീപ്പല്ല ഈ കേവ്സ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഇന്നത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ടണൽസ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇതോ ഇത് വേറെ റൂട്ടാ. ഇതെനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു പോർഷ് ഏരിയ എന്ന് തോന്നുന്നു. നടക്കാൻ അറ്റ്ലീസ്റ്റ് നിവർന്ന് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓക്സിജൻ വരാൻ വേണ്ടി ഇതൊന്നും ഇല്ലായിരുന്നു, ഇരുമ്പൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ ഇപ്പോൾ വെച്ചതാ. പക്ഷെ ഇതൊക്കെ ഓക്സിജൻ കയറാൻ വേണ്ടിയാണ്. അവർക്ക് എന്തായാലും ഇത് കാണുമായിരിക്കും, ഇന്നൊരു ഐഡിയ കാണും എങ്ങനെ എത്ര ഓക്സിജൻ വേണം എന്നൊക്കെ. അല്ലെങ്കിൽ ഇവിടെ അകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം വേറെ ഒരു വെന്റിലേഷനും ഇല്ല. ഇവിടുന്ന് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ പാട് കേട്ടോ. കയറാൻ ഇതുപോലെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് വരാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ ഡോസ് ഉണ്ട്. ഇതാണ് ജെഫ്രി എക്സിറ്റിന്റെ അടുത്തായി, തിരിച്ച് എക്സിറ്റ് ആയി. ഓക്കെ, നമ്മൾ കുറെ കാണിച്ചത് കാരണം സെയിം റൂംസ് തന്നെയാണല്ലോ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. പക്ഷെ ഇവിടെയായിരുന്നു ഹോസസിനെ മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. കാരണം എക്സിറ്റിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് ഓടാൻ വേണ്ടി ഇവിടെയായിരുന്നു ഹോസ് ടേബിൾസ്. അതിപ്പോൾ ഹോസിനെ കെട്ടാനുള്ള സ്ഥലങ്ങളായിരുന്നു. അതല്ലാതെ ഇതിന്റെ അടിയിൽ ചിക്കൻസിന്റെ ഒക്കെ സ്റ്റേബിൾ, ചിക്കനും പന്നികള് ആടിന് അതിന് വേറെ സ്ഥലം ഉണ്ടായിരുന്നു. സോ ഹോസ് മാത്രമല്ല ഇതിന്റെ അകത്ത്. അത്ഭുതം തന്നെയല്ലേ. പിന്നെ അല്ലാണ്ട് എന്താ പറയണേ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് ഇപ്പൊ ജസ്റ്റ് ഒരു അത്ര മിനിറ്റ് കൊണ്ട് ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് എന്തൊക്കെയാ നമ്മുടെ ബോഡിക്ക് ഫീൽ ഡെയിലി എത്ര പ്രാവശ്യം ഒരു കയറി ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എന്റെ അകത്ത് താമസിക്കുന്നതോ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെളിയിലേക്കും വിടില്ല, അവിടെ ഇരുന്നായിരിക്കും പഠിത്തവും പ്രാർത്ഥനയൊക്കെ. അപ്പൊ ഈ ഓക്സിജന്റെ ഇതൊക്കെ കിട്ടുമ്പോൾ അവരുടെ ബോഡി ഓൾറെഡി അത് തന്നെ. എക്സ്പീരിയൻസ് എന്തൊക്കെ നമ്മൾ ടർക്കി വന്ന് ചെയ്തല്ലേ. മറ്റേ ഇസ്താംബുളിലെ മാർക്കറ്റ്സ് തൊട്ട് മറ്റേ FSS എന്ന് പറഞ്ഞ ആ ഒരു ലോസ്റ്റ് സിറ്റി ഇത്രയൊക്കെ ടർക്കിയിൽ ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കില്ലല്ലോ. എല്ലാരും ഫുഡ് ഷോപ്പിംഗ് മാത്രമേ അറിയുള്ളൂ, പക്ഷെ എത്ര ചരിത്രം ഉണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ അതിന്റെ അകത്ത് വേറെ ഇന്നലെയൊക്കെ പോയി എല്ലാം ബ്ലോഗിൽ കൂടെ വരുമല്ലോ, അന്നേരം അറിയാം. കണ്ടല്ലോ. അതെ, ആൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് ഡോസും കൂടെ ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. വലിയ റേറ്റ്സ് ഒന്നും ഇല്ല. സൂവനിയേഴ്സും ജ്വല്ലറീസും സ്കാർഫ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ടൂറിസ്റ്റ് അല്ലാത്ത ഒരു സ്ഥലം കാണും, ചെറിയായിട്ട് ലഞ്ച് വല്ലതും കഴിച്ചാലോ. അവിടുന്ന് കഴിക്കാം അല്ലേ. നല്ല ക്ഷീണമുണ്ട്. വേറൊരു കാര്യമുണ്ട്, ടൂറിസ്റ്റുകൾ കൂടുതൽ വന്ന അവിടെ നിന്നുള്ള റെസ്റ്റോറന്റിൽ നിന്ന് മാക്സിമം ഫുഡ് കഴിക്കാണ്ടിരിക്കുക. അത് കറക്റ്റാ. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. മാക്സിമം ടൂറിസ്റ്റ് വരാത്ത സ്ഥലങ്ങൾ, ലോക്കൽസ് കഴിക്കുന്ന സ്ഥലത്ത് തന്നെ കഴിക്കാൻ നോക്കും. പക്ഷെ സെയിം ഫുഡ് തന്നെ ആയിരിക്കും, എല്ലാം ഫ്രഷ് ആണ്. ഇവരുടെ ഷോപ്പിംഗിന്റെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഇസ്താംബുൾ തൊട്ട് നമ്മുടെ കപ്പഡോക്യ സിറ്റി വരെ എല്ലാം ഒരേ സാധനമാണ്. അപ്പൊ എത്ര ഉണ്ടാക്കുന്ന ഇവര് എല്ലാം ഒരേ സ്ഥലത്തായിരിക്കും ഉണ്ടാക്കി വരുന്നത്. അതൊന്നും കണ്ടുപിടിക്കണം അല്ലേ. ഡ്രസ്സിന്റെ കളക്ഷൻസ്, ഡ്രസ്, ഷൂസ് എല്ലാം സോവനിയേഴ്സ് ആണെങ്കിലും മറ്റേ ഇവിടെയൊക്കെ കോടിക്കണക്കിന് ചൈനയെക്കാളും കൂടുതൽ ഉണ്ടാക്കണ്ടെന്ന്. ക്വാളിറ്റി ആയിരിക്കും ഇവർക്ക് കൂടുതൽ. ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്. അതെ, എന്തെടുത്താലും ഈവൺ ഈ ഷോൾസും എല്ലാം എന്തെടുത്താലും ഭയങ്കര ക്വാളിറ്റി. ഇങ്ങനത്തെ ഈ ഡെക്കറേഷൻസും കേർട്ടൻസും ഭയങ്കര ക്വാളിറ്റിയാ. ഇവിടെ അവരുടെ മാഗ്നറ്റ്സ് എന്തൊരു ക്വാളിറ്റിയാ. നമ്മള് ബാക്കിയുള്ള ഏത് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയാലും മാഗ്നറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് നമ്മളെ തിരിച്ചതേ നമ്മുടെ ഗോർമേ സിറ്റി സെന്ററിൽ എത്തിയിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. കാണുന്ന ഹോട്ടൽസ് ആണ്, എവറിത്തിങ് ഇസ് ആക്ച്വലി കമേഴ്ഷ്യൽ. പക്ഷെ ജസ്റ്റ് സീ ഹൗ എംപ്റ്റി ദ റോഡ് ഇസ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടുതൽ ഇങ്ങനെ റൂമിൻ്റെ അകത്തും ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോകുന്നതും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. സോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ കുറവാണ്. ബട്ട് ഇറ്റ് ലിറ്ററലി ലുക്സ് ലൈക്ക് എ ഫെയറി ടെയിൽ വില്ലേജ്. നോ,
ഇതിന്റെ ഇട റോഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ കൂടെ നടന്നു പോകാം, ഒരുപാട് ഭംഗിയുള്ള ഷോപ്സും സൂവനിയേഴ്സ് ഒക്കെ ഉണ്ട്. കഴിക്കാനോ ഇനിയിപ്പോ കഴിക്കാൻ തോന്നും, കാരണം നല്ല വിശപ്പുണ്ട്. ഇതുണ്ടോ ഇങ്ങനത്തെ ഷോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരായിരുന്നു ഇവിടെ കയറും മെടയുന്നേ? നോക്കിക്കേ ഇത് എന്ത് രസം. ഞാൻ ഇതാ വാങ്ങിയത് ജെഫ്രി, ഞാൻ ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബ്ലൂ കളർ ഹോട്ട് എയർ ബലൂൺ, ഇത് തന്നെ ഇതിന്റെ വലുത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്ത് രസം നോക്കിക്കേ. ഞാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു വ്ളോഗ്, ഇത് ഉണ്ടാക്കുന്ന മെയിൻ സ്ഥലം ഇവിടെയാണ്. അത് തപ്പിപ്പിടിച്ച് കിട്ടുവാണെങ്കിൽ ഇവിടുത്തെ പോട്ടറിയും അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണല്ലോ ഇങ്ങനത്തെ പാത്രങ്ങളും. എന്തായാലും ഒരു 10-20 എടുത്താന് പ്രിയ. രസമല്ലേ ഇത് കാണാൻ തന്നെ ഒരു ഫീൽ അല്ലേ ശരിക്കും. എങ്ങോട്ടാ ഓടുന്നത്? തണുപ്പ് എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് കൈ വെക്കാൻ മുകളില്. അതെ, ഈ ജെഫ്രിൻ സോക്സ് ഒന്നും എടുത്തിട്ടില്ല. അല്ല, കൊറേ സോക്സ് ഒക്കെ വാങ്ങി, നിങ്ങൾ കണ്ടല്ലോ ഡീക്കാത്തലോണിന്ന്. ഗ്ലൗസും വാങ്ങി, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലോ? അപ്പൊ എന്തായാലും ഇനി 2 എണ്ണം വാങ്ങിയേ പറ്റൂ. എടുക്ക്. കപ്പഡോക്കയുടെ ഓർമ്മയ്ക്ക് തന്നെ കപ്പഡോക്കയുടെ സോക്സ് തന്നെ എടുക്ക്. ഈ കളർഫുൾ എല്ലാം എടുത്തൂടെ? അതെ, ഞാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രിയ ഇടുമെന്ന് അറിയില്ല ഇതുപോലത്തെ ഈവിളായിട്ട് ബ്രേസ്ലെറ്റ്സ്. അപ്പൊ ഇത് ഒരെണ്ണം എടുക്കാം. ഇത് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ജെഫ്രിന്റെ കയ്യിൽ കിടക്കുന്നത് ഇത് കുഴപ്പമില്ലാതെ തോന്നി. ഇത് പക്ഷെ ഒരു ഈവിളായിട്ട് ലുക്ക് ഇല്ല. ഒരെണ്ണം കൂടി എടുക്കാം, ചിലപ്പോ മമ്മിയോലെ ഇട്ടാലോ. എന്തായാലും 3 എണ്ണം എടുത്തേക്കാം. ജെഫ്രിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ 4 എടുത്താൽ വേണ്ട. ഇടക്കിടക്ക് ഇങ്ങനെ ഒരെണ്ണം വെക്കണല്ലോ, എപ്പോഴും ഉണ്ടല്ലോ. ആന്റി ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, ഒറ്റയ്ക്ക് നടന്ന കിച്ചണാണ്. ഇതായിട്ട് ഭയങ്കര ഹോംലി ഫുഡ് ആയിരിക്കും, ഹോംലി കുക്ക്ഡ് ഫുഡ് ആയിരിക്കും. അതാണ് ഇങ്ങനത്തെ സ്ഥലത്തിനൊക്കെ പ്രത്യേകത. എല്ലാം ഉണ്ട്, കുനാഫ, അതാ എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം ആന്റി തന്നെ ഉണ്ടാക്കുന്നത്. മീൻസ് വീട്ടിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇവിടെ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ ഭയങ്കര ഒത്തന്റിക് ആയിരിക്കും. കഫേ സഫാക്ക് ഗവൺമെന്റ് സെന്ററിലാണ് ഇത്. ഇതാണ് പേര്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ. ഇപ്പൊ വരണ്ട, ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വരാം. ഓക്കെ. ഒരു സൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ബ്രെഡ് കോംപ്ലിമെന്ററി. ഇപ്പൊ ജെഫ്രിന്റെ സൂപ്പേ നോൺ വെജ് അല്ലാത്തോണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു സ്പൂണും കൂടെ. ഇഷ്ടപ്പെടും ജെഫ്രി, 100% ഇഷ്ടപ്പെടും. നല്ല പരിപ്പ് കറിയില്ലേ, നമ്മുടെ നാട്ടിലെ പരിപ്പ് കറിയിൽ കുറച്ച് സ്പൈസസും ചില്ലിയൊക്കെ ഇട്ട് അത്രയും കട്ടിയല്ലാത്ത രീതിയിൽ ശരിക്കും അത് തന്നെ ഒരു ഹാർഡി ഇത് ഞാൻ ഖത്തറിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഒരു ഹാർട്ടി ഡെലിഷ്യസ് സൂപ്പ്, എസ്പെഷ്യലി ഇൻ ദ സ്കൂൾ. വെളിയിലിരുന്ന് കഴിക്കാൻ, പക്ഷെ ഇപ്പൊ 0 ആയിട്ടുണ്ട്. അത് പറ്റില്ല. ഇതിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട്. അടുത്ത സാധനം വന്നിരിക്കുന്നത് ഇവരുടെ ഒരു സ്റ്റഫ്ഡ് ബ്രെഡ് ആണ്. അകത്ത് ചീസ് ആൻഡ് സോസേജ് ആണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കൂ. ചൂടാണെങ്കിലും കഴിക്കുന്ന ഒരാളുണ്ടല്ലോ കൂടെ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ പുള്ളിയാലും കഴിക്കും. നോക്കട്ടെ. സോസേജ് ഉണ്ട്, ചീസ് ഉണ്ട്, നല്ല ക്രിസ്പി ബ്രെഡ് ഉണ്ട്. പിന്നെ എന്തായാലും നല്ലതായിരിക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇത്ര മതി അല്ലേ? ഇത് മതി. ഇനി കുനാഫയും കൂടെ പറയാം. സൂപ്പും ബ്രെഡും കൂടെ അത്യാവശ്യം ഹെവി ആയിരുന്നു. അങ്ങനെ ഇവിടെയും കിട്ടി കുനാഫ. ഞാൻ വെച്ചാൽ ഇവിടെ ഒന്നും കിട്ടില്ല എന്നങ്ങനെ. കോമൺ അല്ലേ ഇത്, കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് ഒരു കഴിവൊക്കെ വേണം. എനിക്ക് ആൻറ്റി ചിലപ്പോൾ വർഷങ്ങളെ ഉണ്ടാക്കുന്നതായിരിക്കും. എന്തായാലും കുനാഫെ കേരളത്തിൽ തരംഗം ആവുകയാണെങ്കിൽ ഉത്തരവാദി ദില്ലു ആൻഡ് ജെഫ്രിനായിരിക്കും. ചൂടാണ്. കൂടുതലാണോ? മധുരം കൂടുതലാണോ? മധുരം പാകത്തിന്. ഓക്കെ. ചീസോ? ചീസൊക്കെ പക്ക. ഓക്കെ. തണുപ്പത്ത് കുനാഫ കഴിക്കാൻ വേറെ സുഖം അല്ലേ? എല്ലാത്തിലും ഇവിടെ ഒരു ക്ഷാമവും ഇല്ലട്ടോ. നട്ട്സ് ഒക്കെ ഇടുന്നു നോക്ക്. ഞാൻ കുഴപ്പമില്ല. അപ്പൊ ജെഫ്രി, ഒരു അടിപൊളി ദിവസം. ഇന്നും എല്ലാ ദിവസവും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പറയുന്നത്. ഒരു കാര്യം മാത്രം നമ്മൾ ടർക്കി ചെയ്തില്ല. ഇങ്ങനത്തെ ഒരു ഡാൻസ് ഉണ്ട്, ഡെവിലിഷോ അങ്ങനെ എന്തോ ഒരു ഡാൻസാ. അത് മാത്രം കാണാൻ പറ്റിയില്ല. ഞാൻ പഠിച്ചിട്ട് ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഞാൻ കളിച്ച് കാണിച്ചാ പോരെ? ഓക്കെ. അപ്പൊ ഇനിയും നാളെയും ഇനിയും കുറച്ചധികം കാഴ്ചകളുണ്ട് കപ്പഡോക്കിയില്. അതൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ. ജെഫ്രി, ഇങ്ങനത്തെ ഡ്രസ് വാങ്ങി തന്നെ ഇങ്ങനെ ഇട്ട് കളിക്കും എന്റെ കൂടെ. ബൈ. നേരെ പോയി കിടന്നോ കൂടാരത്തിലേക്ക്.